നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, നമ്മുടെ പ്രിയ സിനിമാ നടൻ മോഹൻലാലിൻ്റെ പ്രിയ മകൾ വിസ്മയ മോഹൻലാൽ, ആ കുട്ടി സംഭാഷണത്തിൽ പറഞ്ഞു, എനിക്ക് മലയാളം അറിയില്ല. ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിന് മുൻപായിട്ട് ഒന്ന് രണ്ട് പ്രാദേശിക കാര്യങ്ങൾ പറയേണ്ടി വരുന്നു. മറ്റൊന്നുമല്ല, ഒന്ന്, തൃക്കാക്കര NBOയിൽ ഉണ്ട്, കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം. ആ NBOയിലിൻ്റെ ഫ്രണ്ടിൽ, NBOയിൽ മതിലോട് ചേർന്ന് ഒരു 4-5 അടി വീതിയിൽ 2-3 അടി പൊക്കത്തിൽ മൺതിട്ടയുണ്ട്. അതെല്ലാം നിരപ്പാക്കി അവിടെ റോഡ് വീതി കൂട്ടുമെന്ന് പറഞ്ഞ് ഞാനും ഞങ്ങളെപ്പോലെ പലരും കാക്കനാട് മുനിസിപ്പാലിറ്റി, തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ സെക്രട്ടറിയെ കണ്ട് നിവേദനം കൊടുത്തു. അപ്പോൾ അദ്ദേഹം അത് അന്വേഷിച്ച് പിറ്റേ ദിവസം തന്നെ പറഞ്ഞു, അത് ഞങ്ങളിലല്ല, PWD ആണ്. അതിന് പുറമെ നമ്മുടെ അവിടുത്തെ കൗൺസിലർ, ആ കൗൺസിലറിനെ പരിചയപ്പെടുത്തി ഞാൻ മീൻ കച്ചവടക്കാരൻ്റെ മോനാണെന്ന് പറഞ്ഞു. അഭിമാനം, കുഴപ്പമൊന്നുമില്ല. കൗൺസിലറും കൈയൊഴിഞ്ഞ്, ഈ സെക്രട്ടറിയും കൈയൊഴിഞ്ഞ്. PWD ആണെങ്കിൽ പോലും ഈ കൗൺസിലർക്കും ഈ സെക്രട്ടറിക്കും ഒരു കുറിപ്പ് കൊടുക്കാൻ പാടില്ല, ലെറ്റർ കൊടുക്കാൻ പാടില്ലേ, ഒരു മെസ്സേജ് കൊടുക്കാൻ പാടില്ലേ. ആ സ്ഥലം നിങ്ങൾ അത് ഒഴിവാക്കി റോഡിൽ കല്ലുകൊണ്ട് കെട്ടി തിരിച്ചാൽ അത് വീതി കുറയും, വളവും തിരുവാണ്. പണ്ട് സിനിമ ഉണ്ടല്ലോ, മറവിൽ തിരിവ് സൂക്ഷിക്കാന്ന്. ഇത് മറവിൽ തിരിവ് വെച്ചാൽ കയറ്റത്തിൽ ഉള്ള മറവിൽ തിരിവാണ്. കയറ്റമാണ്, മറവാണ്, തിരുവാണ്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ജീവനക്കാരും അവരിതുപോലെ ഓരോ ജനകീയ വിഷയങ്ങളിൽ എന്തുമാത്രം ആത്മാർത്ഥത കാണിക്കുന്നത്. കേവലം ഒരു ബന്ധമില്ലാത്ത, നാട്ടുകാർ പോലും ഇല്ലാത്ത മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പും അതുപോലെ പലരും ഈ വിവരം സമക്ഷത്തിൽ അറിയിച്ചിട്ട് ഒരു നടപടി എടുക്കാതെ അവർ കോൺട്രാക്ടർ ആ പണിയാണ് റോഡിൽ വട്ടം കെട്ടി പിന്നെ കരാറ് പൂർത്തിയാക്കി കാശ് വാങ്ങിച്ച കമ്മീഷനെല്ലാം പങ്കെടുക്കാൻ പോകണം. എൻ്റെ പൊന്ന് സഹോദരങ്ങൾ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ, നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളില്ലേ, ചില കടമകളില്ലേ? സർക്കാർ ശമ്പളം മാറ്റി സമ്പാദിക്കാൻ മാത്രമാണ് നിങ്ങൾ ചുമതല, സർക്കാർ ജോലിക്കാരെ. ഒരു കാര്യം പറയട്ടെ, അതായത് കേരളത്തിൽ 3.6 കോടി ജനങ്ങൾ, 182 ലക്ഷം കോടി രൂപ ആണ് വരുമാനം. അതിൽ 92%, 5% വരുന്ന ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പലിശ കൊടുക്കാനും പെൻഷൻ കൊടുക്കാനുമാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ആകെയുള്ള റവന്യൂ മീൻസ് സർക്കാർ വരുമാനം, അതിൽ 92% ഈ 5% വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാനും റിട്ടയർ ചെയ്തവർക്ക് പെൻഷൻ കൊടുക്കാനും പിന്നെ എടുത്ത ലോണിന്റെ പലിശ എടുക്കാനാണ്. ബാക്കി 8% മറ്റ് വികസിത. ആ 8%-ൽ 2% തെരുവിൽ ഇറങ്ങുന്നുള്ളൂ. ബാക്കി 6% കമ്മീഷനായിട്ട് കൈക്കൂലിയായിട്ട് പോവാണ്. എന്തൊരു വിരോധാഭാസമാണ്! ആർക്കിൽ നിന്ന് താല്പര്യമുണ്ട്? ആ വളവ് കയറ്റമാണ്, ഇറക്കമാണ്. അവിടെ പരമാവധി ആ മണ്ണെടുത്ത് മാറ്റി റോഡ് വീതി കൂട്ടി. ഒരു സൈഡ് കാനയില്ല, ഒരു സൈഡിൽ ഫുട്പാത്ത് ഉണ്ട്. ആ കാന കിട്ടി അതിൻ്റെ മുകളിൽ ഫുട്പാത്തും വെച്ച് തുടങ്ങിയെങ്കിൽ അത് ഭാവിയിൽ ഉപകാരമാവില്ലേ? അത്ര അശ്രദ്ധയാണ് നമ്മുടെ നേതാക്കൾക്കും പിന്നെ ഉദ്യോഗസ്ഥന്മാർക്കും. അതാണ് ഞാൻ പറഞ്ഞത്. കോഴിക്കോട്ട് നിന്ന ഒരു മുഹമ്മദിനോ, കോട്ടയത്ത് വന്ന ജോസഫിനോ, ട്രിവാൻഡ്രത്ത് വന്ന ഒരു രാമചന്ദ്രനോ എന്ത് ഉത്തരവാദിത്തം? അവർക്ക് ശമ്പളം കിട്ടി, മക്കളെ വളർത്തി, പെൻഷൻ സമ്പാദിക്കുന്നല്ലാതെ ഒരു താല്പര്യമില്ല. പക്ഷെ നീഡി പീപ്പിൾ എന്ന് പറയുന്ന ആ ഗുണഭോക്താക്കൾ വേണം രംഗത്ത് വരാൻ. ഗുണഭോക്താക്കൾ രംഗത്ത് വരുമ്പോൾ പിന്നെ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും വെറുതെ ഇരിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു കാര്യം മാത്രമല്ല, 100 കാര്യങ്ങൾ ഇടപെടേ. ഇതിന് പുറകെ തന്നെ എടുക്കാൻ പറ്റുമോ? എന്നിട്ട് നമ്മൾ 2 ദിവസം പ്രധാനിച്ച് അവിടെ ചെയ്ത് 2 പ്രാവശ്യം സൈറ്റ് സന്ദർശിച്ചു. ഒന്നുമില്ലാതെ പഴയതുപോലെ ആ ഉള്ള രീതിയിൽ വച്ച് കെട്ടി ഇപ്പോൾ 2 വണ്ടി വളവാണ്, തീറ്റാണ്, വീതി കുറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഒരവസ്ഥ. പിന്നെ നമ്മൾ ഈ മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞു. ഒരു മോഹൻലാലിൻ്റെ അല്ല, ഒരു വിസ്മയല്ല, ആയിരക്കണക്കിന് 10,000 വിസ്മയന്മാരും
ജോസഫുമാരും രാമേന്ദ്രന്മാരും മുഹമ്മദ് മാർക്കും ഒന്നും മലയാളം അറിയില്ല, സംസ്കാരം അറിയില്ല, എഴുതാനും അറിയില്ല. ഒരു ക്ലോക്കൽ ലാംഗ്വേജ് സംസാര ഭാഷയാണ്. ഹിന്ദിയും ഇംഗ്ലീഷും മറ്റെല്ലാം കൂടി ചേർന്നുള്ള ക്ലോക്കൽ ലാംഗ്വേജ്. അത് ലിപിയില്ലല്ലോ അതിന്. ഇത് തെറ്റുകൂടാതെ മലയാളത്തിൽ ഒരു പേജ് എഴുതാൻ പറഞ്ഞാൽ ഇന്നത്തെ ഈ കുട്ടികൾക്ക് അറിയില്ല. ഈ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് പോലും അറിയില്ല. പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ കേട്ടോ, അവിടെ എല്ലാം ചില പറഞ്ഞാൽ ചില സ്കൂളുകളിൽ ഇംഗ്ലീഷ് മലയാളം സംസാരിച്ചാൽ ഫൈൻ അടിച്ചിട്ടുണ്ട്. അത് വലിയ കേസ് വന്നു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മലയാളം സംസാരിച്ചതിൻ്റെ പേരിൽ ആ കുട്ടിക്ക് ഫൈൻ അടിച്ച് വലിയ കേസൊക്കെ ഒന്നാണ്. ഇതാണ് നമ്മുടെ രാജ്യം. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇസ്രായേലിൽ പല പോരായ്മ ഉണ്ടായി, ശരിയായിരിക്കാം. പക്ഷേ അവർ ഹീബ്രു ഭാഷയിൽ, അവർ പ്രാദേശിക അവരുടെ എന്താണ് നാട്ടുഭാഷയിൽ, പ്രാദേശിക ഭാഷയിൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ലോകത്ത് നിന്ന് അവർ 1-ാം നമ്പറാണ് എല്ലാ കാര്യത്തിലും. ചില പോരായ്മകളുണ്ട്, അത് വേറെ കാര്യം. അപ്പം നമ്മൾ മലയാള ഭാഷ എന്ന് പറയുന്നത് ഇപ്പതേ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവരും ഭിക്ഷ അയക്കുന്നത് പോലും കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വിടാണ്. കാരണം ഞാൻ കഷ്ടപ്പെട്ട, എൻ്റെ മക്കൾ കഷ്ടപ്പെട്ടതുകൊണ്ട്. അതൊക്കെ നല്ല സ്വഭാവം, തെറ്റില്ല. പക്ഷെ അപ്പോഴും മലയാള ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണ്ടേ? ഇപ്പോൾ ഭരണഭാഷ മലയാളം ആക്കാൻ വേണ്ടി ശ്രമിച്ചല്ലോ ഇത് 19 വർഷം മുമ്പ്. ഒരു ഇഞ്ച് മുന്നോട്ട് പോയോ? ഈ ഉദ്യോഗസ്ഥന്മാരും ജഡ്ജിമാരും ഇപ്പോൾ സമ്മതിച്ചു. അവർക്ക് പഠിച്ച ഭാഷ ഇംഗ്ലീഷ്, അതിൽ തന്നെ എല്ലാം ചെയ്യണം. മലയാളത്തിൽ ഒരു വിധി പ്രഖ്യാപിക്കാൻ പോലും എഴുതാൻ പോലും അറിയില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ഇതാരോട് പറയാൻ? രാഷ്ട്രീയക്കാരോട് പറഞ്ഞാൽ അവർക്ക് എന്ത് താല്പര്യം ഉണ്ടായിരുന്നു, എന്ത് ആത്മാർത്ഥതയുണ്ട്? കൊള്ള ചെയ്ത് സമ്പാദിക്കുക എന്നതിൽ കവിഞ്ഞ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി, ഒരു പാർട്ടി മാത്രമല്ല, ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? എന്ത് തെറ്റ് ചെയ്തിട്ടും നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഓക്കെ, സ്വാഹ, രക്ഷപ്പെട്ടു വരാം. ഇതിപ്പോൾ കൊല്ലത്ത് ഒരു 5 സ്റ്റാർ ഉണ്ടോ എനിക്കറിയില്ല, 3 സ്റ്റാറൊക്കെ ഒരു വൻകിട ഹോട്ടല്, പാവം ഒരാൾ ചെന്ന് റെയ്ഡിൽ ഒരു ഇൻസ്പെക്ഷൻ നടത്തി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. എന്താ ചെയ്തത്? അയാൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അവിടെ കുറ്റം കണ്ടുപിടിച്ചു. അത് അവർക്ക് ബാധകമല്ല. ഏതുപോലെ അറിയോ? നമ്മുടെ അന്തരിച്ച കെ വിശ്വംഭരൻ കളക്ടറായിരുന്നു. അദ്ദേഹം MG റോഡിൽ മാധവ ജംഗ്ഷൻ മുതൽ തേവര ജംഗ്ഷൻ വരെ 250ഓളം കയ്യേറ്റങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തിട്ട് എന്താ നമ്മുടെ ഗവൺമെന്റ്, അന്ന് അച്യുതാനന്ദൻ സർക്കാരാണ്, അദ്ദേഹത്തെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വിട്ടുകൊണ്ട് വേറെ കളക്ടർ വേറെ വെച്ച് ആ ഫയലേ മുങ്ങിപ്പോയി. ഇതാണ് ഫോർട്ട് കൊച്ചിയിൽ 1.5 വർഷം മുൻപ് അവിടെ കളക്ടർ കുടിയൊഴിപ്പിക്കാൻ നടന്നു. ഞങ്ങൾ വിളിച്ചു, സാറേ കുടി ഒഴിപ്പിച്ചോ, കുഴപ്പമില്ല, പക്ഷേ അതിന് മുൻപായിട്ട് MG റോഡിൽ നിന്ന് ഒരു 300ഓളം കയ്യേറ്റങ്ങളുണ്ട്, കണ്ണായ സ്ഥലം, 1 കോടിയൊക്കെ വിലയുള്ളത്. അതിനെ കുറിച്ച് എന്ത് പറയണം? അതിനെക്കുറിച്ച് നടപടി എടുക്കാതെ നിങ്ങൾ ഈ പാവപ്പെട്ട് പെട്ടിക്കിടക്കാരെ ഒഴിവാക്കാൻ നോക്കിയാൽ അത് പ്രശ്നമാവും എന്ന് പറഞ്ഞപ്പോൾ ആ കളക്ടർ തൽക്കാലം അത് ചോദിച്ച് തിരിച്ചു പോകുന്നു. ഇപ്പം അങ്ങനെ കിടക്കാണ്. അതൊരു കയ്യൂക്കുള്ള കാര്യങ്ങളാണ്. മൈറ്റ് ഈസ് റൈറ്റ്. പണ്ടെങ്ങനെ എഴുതി നിന്നപ്പോൾ വീണ്ടും അങ്ങനെ വന്നിരിക്കുക. പഴയ ഫ്യൂഡൽ സമ്പ്രദായം, ഫാസിസം, വർഗീയത, ജാതീയത, പ്രാദേശികത എന്നുകൊണ്ട് എല്ലാ സംസ്കാരശൂന്യമായ രീതികളും ഇന്ത്യയിൽ മൊത്തത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഉത്തരവാദി? നമുക്ക് ആരെങ്കിലും പറയാം RSS ആണ് അല്ലെങ്കിൽ BJP ആണെന്ന് പറയാം. അത് മാത്രമാണോ? അവർ മാത്രമാണോ ഉത്തരവാദി? അല്ല. ഞാനിപ്പോൾ എല്ലാവരും അതിന് ഉത്തരവാദിയാണ്. അവനവൻ്റെ കടമ നിർവഹിച്ചാൽ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ ഞാൻ പോലീസ് മൊത്തത്തിൽ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം അത്ര ബുദ്ധിമാന്മാർ നമ്മുടെ കേരള പോലീസ്, അതിൽ ഒരു സംശയമില്ല. അതുപോലെ അല്പം ഉൾക്കുത്തുണ്ട്. എങ്കിലും ചില രീതി പറയാതിരിക്കാൻ പറ്റില്ല. ഉദാഹരണം പറഞ്ഞ DG മോഹൻദാസ്, അന്ന് പക്ഷേ മാത്യു സാമുവൽ പോലെ ശരിക്കും നിന്നോളി വള്ളിയിടാൻ പോലും പറ്റാത്ത അത്ര ഒരു ഷണ്ണനാണ്, കഴിവില്ലാത്ത ആളാണ്. ആ ആളുടെ പേരിൽ കേസ് കൊടുത്തു, പരാതി കൊടുത്തു, 18 പേര് കൊടുത്തു, സ്ത്രീകൾ ഉൾപ്പെടെ. എന്നിട്ട് പോലീസ് നടപടിയെടുത്താണ് STP എന്ന വർഗീയ തീവ്രവാദ പാർട്ടിയുടെ പേരിലുള്ള കേസെടുത്തത്. എന്താണ്? STPയും RSS ഒക്കെ ഒരേ നാണയത്തെ ഇരുവശങ്ങളാണ്. 2 കൂട്ടർക്കും വളരാൻ ഇത് ആവശ്യമാണ്. മുസ്ലിം തീവ്രവാദം വേണം, ഹിന്ദു വർഗീയത വേണം. ഹിന്ദു വർഗീയത അവർ വളർത്താം, മുസ്ലിം തീവ്രവാദം ഇവർ വളർത്താം. ഇതിൽ ആത്മാസമായിട്ടാണോ? ഇവിടെ വർഗീയതയും തീവ്രവാദവും വളർത്താൻ വേണ്ടി 2 കൂട്ടും ഒരു നാണയത്തെ ഇരുവശങ്ങളാണ്. ഇപ്പം മുസ്ലിം തീവ്രവാദം കൊണ്ട് സമുദായത്തെ നന്നാവോ? ഇനി RSS കൊട്ടി ഘോഷിച്ച് 100 വർഷം ആഘോഷില്ലോ. അതുകൊണ്ട് എത്ര വളർച്ചയുണ്ട് ഈ ഹിന്ദു സമുദായത്തിന്?
അപ്പോൾ അതുപോലെയാണ്. എന്നിട്ട് ആ SDP അപേക്ഷയിലാണ് പോലീസ് നടപടിയെടുത്തേക്കുന്നത്. അപ്പോൾ ആ പോലീസിൻ്റെ അവരുടെ യുക്തിയും ബുദ്ധിയും തന്ത്രവും ചതിവൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അങ്ങനെ കിട്ടുന്ന അവസരങ്ങളെല്ലാം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വർഗീയത വളരാൻ വേണ്ടി, തീവ്രത വളരാൻ വേണ്ടി സഹായം ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കറിയാമല്ലോ, മുസ്ലിം ലീഗിനെ നിരോധിക്കുന്നു പറഞ്ഞാൽ ഹൈക്കോടതി സുപ്രീം കോടതി കേസൊന്നുമില്ലേ, 27 മണിക്കൂർ കേസ് പിൻവലിച്ചല്ലോ. കേസല്ല പിൻവലിച്ച അതിന് എന്താ കാരണം? മുസ്ലിം ലീഗിനെ പോലുള്ള ഒരു ജാതി സംഘടന നിലനിൽക്കുന്ന ഇവിടെ BJP വളർച്ചയ്ക്കും സംഘപരിവാർ വളർച്ചയ്ക്കും ആവശ്യമാണ്, അനിവാര്യമാണ്. അതിലെന്താണ് കോൺഗ്രസ്സിൽ രാഹുൽ കുടുംബത്തെ മാറ്റായത്? രാഹുൽ ഗാന്ധി നല്ല മനുഷ്യനാണ്, കുഴപ്പക്കാരനല്ല. അദ്ദേഹം മാറാൻ വേണ്ടി ഇരുന്നാണ് തൻ്റെ അമ്മയും തൻ്റെ പെങ്ങളെയും താനും മാറി വേറെ ആയാലും കോൺഗ്രസ് ഭരണം കേൾക്ക് എന്ന് പറഞ്ഞ് മാറി എന്നാണ്. അങ്ങനെ ഇപ്പം 5000 കോടി കൊടുത്ത് സംഘപരിവാറിൻ്റെ ആൾക്കാർ ജാഥ അടിപ്പിച്ച്. കാരണം രാഹുൽ ഗാന്ധി മാറിക്കഴിഞ്ഞാൽ കത്തോലിക്ക കോൺഗ്രസ്സിലെ സോണിയ കോൺഗ്രസ് മാറിക്കഴിഞ്ഞാൽ BJP വളരെ പ്രയാസമാണ്. BJP വളരെ വേണ്ടെങ്കിൽ ഈ കത്തോലിക്ക കോൺഗ്രസ് നിലനിൽക്കണം, അല്ലെങ്കിൽ സോണിയ കോൺഗ്രസ് നിലനിൽക്കണം, എങ്കിലേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ ഉള്ളതാണ് ഈ തീവ്രവാദം വളർത്തൽ, ഈ SDP വളർത്തത്. കാരണം പോപ്പുലർ ഫ്രണ്ടിനെ ആരാണ് വളർത്തിയത്? ഇവിടെ സംഘപരിവാർ തന്നെയാണ്. അത് വളർന്ന് അവർ ആവശ്യം കഴിഞ്ഞപ്പോൾ അവർ അകത്താക്കിയില്ലേ, മണ്ടന്മാർ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ, ഒരു പയ്യൻ പള്ളിയിൽ വെച്ച് പപ്പായും മോനും ഒരുമിച്ചുണ്ടോ എന്നുള്ള ചോദിച്ചത്. അതുപോലെ മണ്ട് ശിരോമണികളാണ് എൻ്റെ സമുദായത്തിൽപ്പെട്ടവർ. എനിക്ക് ദുഃഖം ഉണ്ടാക്കത്തില്ല, അവരോട് സഹതാപമാണ്, എനിക്ക് ദേഷ്യമല്ല. നമ്മൾ ശ്രദ്ധാപൂർവം നടപടി എടുക്കണ്ടേ, അത് ചെയ്തില്ല. ഇതാണ് ആ അവസ്ഥ. വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, മലയാള ഭാഷ, നമ്മുടെ നദികൾ മരിച്ചതുപോലെ കൃഷിഭൂമി 50% കൃഷിഭൂമി ഇല്ലാതെ, കൃഷിയല്ല ഇല്ലാതായത്, കൃഷി ഇല്ലാതെ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പൂവെന്ന് പറയും, 2 പൂ 3 പൂന്നില്ലേ പൂപ്പ്, കൃഷി ചെയ്യാം. ഇത് കൃഷിഭൂമി അല്ലാതെ ഒന്നത്. എന്നിട്ട് ആരും നടപടിയെടുത്ത് 50% കൃഷിഭൂമി ഇല്ലാതെയായിട്ട് കേരളത്തിൽ ഏതെങ്കിലും സർക്കാർ, ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ, ഏതെങ്കിലും രാഷ്ട്രീയക്കാർ അലക്ഷം മിണ്ടിയോ? കൃഷി നേർന്നോടി മഴവെള്ളം വരുമ്പോഴല്ലോ അത് അത്രയും ഒബ്സർവ് ചെയ്യാൻ പറ്റാതെ വെള്ളം പെട്ടെന്ന് പൊക്കം വരും. ഇതാണ് അവസ്ഥ. മലയാള ഭാഷ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുക. ഇനി മലയാളം സംസാരം ഇല്ലാത്തവരും മലയാളം സംസാരം അറിയാത്തവരും അതിൻ്റെ തെറ്റുകൊണ്ട് ഇതിൽ ഇംഗ്ലീഷിലെ മാറ്റ് വരുന്നില്ല ഈ മൊബൈലിലൊക്കെ, അത് ഭാഷ ശ്രദ്ധിക്കുക, യാതൊരു ബന്ധമില്ലാത്ത ഈ ദാ 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 എന്നൊക്കെയുള്ള പല അക്ഷരം, അതൊന്നും പലർക്കും അറിയില്ല. പണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ രഥം, മധുരം, താമര എന്നൊക്കെയുള്ള താഴെല്ലാം ഏതാണ്ട് അത് വ്യത്യാസമുണ്ട്. അത് ആർക്ക് പേർക്കറിയാം. വിചാരം എന്ന് പറയുന്നത് ചാരത്തിൽ ചായാണ്, ഇത് ജാതിയിലെ ചായ, രണ്ടും വിജാന്ന് വായിക്കും. അങ്ങനെ അക്ഷരങ്ങൾ മറന്നുപോയി, എഴുതാൻ പഠിച്ചില്ല, നശിച്ചുകൊണ്ടിരിക്കണേ. മലയാള ഭാഷ, നമ്മുടെ മാതൃഭാഷയെ മലയാള ഭാഷ ഇന്ന് കേരളത്തിൽ അതിൻ്റെ അവസാനത്തിൻ്റെ ആരംഭം തുടങ്ങിയിരിക്കുക. അതിന് ഉദാഹരണം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങി. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങുന്നോ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നോ ഒരു കുഴപ്പം നമ്മൾ എതിർക്കുന്നില്ല. സംസ്കൃത ഭാഷ ഉണ്ടല്ലേ, കാലിൽ സർവകലാശാല തുടങ്ങി, ഒരു തെറ്റുമില്ലത്. ഏത് ഭാഷ ആരും പഠിക്കുക, കാരണം ഭാഷ ഒരാളുടെ കുത്തകയല്ല, എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ നമ്മുടെ മാതൃഭാഷയെ മലയാളം അത് നിലനിൽക്കണ്ടേ? അത് കുഴിയിലേക്ക് പോയി. ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? ഞാൻ ഉദാഹരണം, ഞാൻ മോഹൻലാലിൻ്റെ മകള് ഏതാണ്ട് നാണം കുണി പറയുന്നത് എൻ്റെ ഒരു കഴിവ് പോലെയാണ്. പണ്ട് സിനിമയിൽ പറഞ്ഞില്ലേ, മകൾ എൻ്റെ മകൾക്ക് മലയാളം കുറച്ചൊക്കെ അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ മലയാളം അറിയില്ല എന്ന് ഇന്നൊരു ഫാഷനാണ്, ഇന്നൊരു കഴിവാണത്. അത് ഗ്രേഡായിട്ട് കാണാണ്, ക്വാളിറ്റി ആയിട്ട് കാണാണ്. ഞാൻ മോഹൻലാലിൻ്റെ മകളെ എല്ലാം പറഞ്ഞു കേട്ടോ, അതുപോലെ 10,000 മകന്മാർ മലയാളം അറിയാനില്ല. നിങ്ങൾ ഒരു ഇപ്പോൾ എന്തൂസിയാസ്റ്റ് എന്താണ് അന്വേഷണാത്മകമായ പത്രപ്രവർത്തകരൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ അന്വേഷണമായ പത്രപ്രവർത്തകരോട് ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് ഒരു പേജ് തെറ്റുകൂടാതെ എഴുതാവുന്ന എത്ര വിദ്യാർത്ഥി ഇന്ന് കേരളത്തിലുണ്ട്? വിദ്യാർത്ഥികളെ എടുക്കാം, എൻ്റെ കഴിവില്ലേ? നിങ്ങൾ ഒരു സാമ്പിൾ ടെസ്റ്റ് ചെയ്യോ? തൊട്ടേൻ പിടിച്ചൊന്നും സാമ്പിൾ ടെസ്റ്റും അന്വേഷണാത്മക പരീക്ഷണവും അന്വേഷണം നടത്തുന്നുണ്ടല്ലോ പല പല ചാനലുകാരൊക്കെ. അതിൽ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ഒരു സർവേ നടത്ത്, ഇത് ഒരു പേജ് മലയാളം എഴുതാൻ പറഞ്ഞ് കൊടുക്ക്. അത് തെറ്റുകൂടാതെ എഴുതാവുന്ന കുട്ടികൾ എത്ര ശതമാനം അപ്പം അറിയാം. ഞാൻ തരത്താഴ്ത്തി കാണോ കുട്ടികൾ കുറ്റപ്പെടുത്തല്ല, അവരത് പഠിപ്പിക്കുന്നില്ല. മലയാളം പഠിക്കില്ലേ? പഠിച്ചാലേ തരുള്ളൂ. ഞാൻ മലയാളം സംസാരിച്ചാൽ ഫൈനടിക്കുന്ന സ്കൂളുകളാണ് കേരളത്തിലുള്ളത്.
ഈ മോഹൻലാലിന്റെ അച്ഛനും മലയാളി തന്നെയാണ്. അല്ല ക്രോസ് പോളിനേഷനോ സോണിയാഗാന്ധി പോലെ ഇറ്റലിയിൽ നിന്ന് സായിപ്പത്യൊന്നുമല്ല, പക്ക മലയാളികളാണ്. എന്നിട്ട് പോലും ആ കുട്ടിക്ക് മലയാളം സംസാരിക്കാൻ അറിയില്ല എന്നാ കുട്ടി പറയുന്നത് ഒരു നാണക്കേടല്ല. നാണം ഗുണമെന്ന് അത് വേറെ കാര്യത്തിലാണ്, അവർ പരിചയക്കുറവുണ്ടാ, സജ്ജന പരിചയമുണ്ടാ, സഭാക്കം കൊണ്ടാ. പക്ഷെ അവരത് ക്രെഡിറ്റ് ആയിട്ട് ആൾക്കാർ കാണുന്നത്. എൻ്റെ മോന് മലയാളം അറിയില്ല എന്ന് പറയുമ്പോഴേ അത് തന്തമാർക്കൊരു ക്രെഡിറ്റാണ്. പിന്നെ ഇത് ഇംഗ്ലീഷ് അറിയും, ഇംഗ്ലീഷ് പഠിച്ചോ, ഇംഗ്ലീഷ് അറിയാത്തത് നല്ലതല്ല, അറിഞ്ഞിരിക്കണം, അതിലൊന്നും തെറ്റൂല, ലോക ഭാഷയാണ്. ഏത് ഭാഷ പഠിക്കുന്ന നമുക്കെതിരില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ അവസ്ഥ കേരളത്തിൽ വന്നത്? ഇത് ഏതെങ്കിലും മന്ത്രിസഭ, ഇത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അല്ല, ഏതെങ്കിലും മന്ത്രിസഭയോ വിദ്യാഭ്യാസ മന്ത്രിമാരോ, അതിൽ ആ വിദ്യാഭ്യാസ മന്ത്രിമാർക്ക് പോലും ശരിക്കും മലയാളം എഴുതാൻ അറിയില്ല. പിന്നെ അവരെങ്ങനെ കുട്ടികളെ അക്കങ്ങൾ ശരിക്ക് വായിക്കാൻ അറിയില്ല. രണ്ട് മുന്നണിയിലും, ഒരു മുന്നണി മാത്രമല്ല. 3,990,000 എന്നൊക്കെ പറയുന്ന അത് നമ്മൾ നേരിട്ട് കണ്ടാണല്ലോ. അതൊക്കെ വായിക്കുന്നതുമായിട്ട് ഒന്ന് പരിശീലിക്കുന്നല്ലാണ്ട് എക്സ്പീരിയൻസ് ഇസ് എ ബെസ്റ്റ് ടീച്ചർ. പരിശീലനമാണ് ഏറ്റവും വലിയ അധ്യാപകൻ, പരിചയമാണ് ഏറ്റവും വലിയ അധ്യാപകൻ. അത് പരിചയം വേണം, അത് പരിശീലനമാകാം, എക്സ്പെരിമെൻറ്റും ആകാം, ടെസ്റ്റാകാം. അങ്ങനെ കാലത്ത് നമ്മുടെ മന്ത്രിമാർക്ക് നമ്മുടെ പുള്ളി മന്ത്രിയാണല്ലോ ഏറ്റവും വലിയ ആൾ. പുള്ളി മന്ത്രി കാരനല്ലേ ഇപ്പോൾ ട്രിവാൻഡ്രം കോർപ്പറേഷൻ പോയത്. ബുദ്ധിയുടെ അംശം ഉണ്ടെങ്കിൽ ഒരു രാഷ്ട്ര മീമാംസകനായിട്ട് ആരെങ്കിലും കോൺഗ്രസ് ഉണ്ടായിരുന്നെങ്കിൽ മുരളിയുടെ ആ കാര്യം തിരിച്ചു കാണിക്കില്ലേ? പിന്നെ തന്നെ CP ജോണാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് മന്ത്രി. CP ജോണൊക്കെ രാഷ്ട്രീയക്കാരാണ്, ഞങ്ങളൊക്കെ കഴിവുള്ള ആൾ കണക്കാന്ന്. ഇപ്പോൾ പുള്ളിയെ സംസ്ഥാന സെക്രട്ടറിയിൽ കഴിഞ്ഞ് 1 ഇഞ്ച് മുകളിലേക്ക് പോകുന്നില്ല. പറയുന്ന മുഴുവൻ വിഡിത്തരം തെറ്റുമാണ്. അങ്ങനെ ബസ് ടിക്കറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് അത് ശാപമാണ്, കളിയാക്കാൻ പറ്റുമോ? ഒരു മന്ത്രിയാണ് പറയുന്നത്. ഒരു CP ജോൺ ഒരു വ്യക്തിയല്ല, ഇന്നൊരു മന്ത്രിയാണ്, സംസ്ഥാനത്തെ ഒരു വകുപ്പ് മന്ത്രിയാണ്, പ്ലാനിംഗ് ബോർഡ് ഡെപ്യൂട്ടി ചെയർമാൻ ആളാണ്. അത് ഞാൻ ഒരിക്കൽ പറഞ്ഞല്ലോ, EMS മന്ത്രിസഭ ഏൽക്കാൻ കാലത്ത് വാച്ചില്ല, ഉടുപ്പിനും ബട്ടൺസ് ഇല്ല. അതൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് സഖാക്കൾ കാണുന്നത്. അത് ക്രെഡിറ്റ് അല്ല. പ്ലാനിംഗ് ബോർഡ് ചെയർമാനാണ് CM, മുഖ്യമന്ത്രി, ചീഫ് മിനിസ്റ്റർ ഒക്കെ അല്ല. ആ അംഗത്ത് എന്ത് പ്ലാനിങ് ഉണ്ടായി? നാളെ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോണു, എന്തൊക്കെ വേണം അത് വെച്ച് തയ്യാറായോ? ഇല്ല. വാച്ചില്ല, അയൽവക്കാരൻ്റെ വാച്ച് വാങ്ങിച്ചു. പിന്നെ ഷർട്ട് ബട്ടൺസ് ഇല്ല, ഭാര്യ നിന്നുകൊണ്ട് തന്നെ ബട്ടൺസ് തുന്നി കൊടുത്തത്. ഇതൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് സഖാക്കൾ കാണുന്നത്. അത് ക്രെഡിറ്റ് അല്ലടോ, മണ്ടത്തരാണത്. ഞാൻ EMS മണ്ടാന്ന് ഞാൻ പറയില്ല, പക്ഷെ അതൊരു ബുദ്ധിയല്ല. അത് EMS മാത്രമല്ല, CS ഉമോസ് സാഹിബ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആദ്യം രാജിവെച്ചിട്ട് ട്രിവാൻഡ്രത്ത് മഞ്ചേരിയിലേക്ക് എത്താൻ വേണ്ടി ബസ്സിൽ കാശില്ലാതെ 2 മണിക്കൂർ വെയിറ്റ് ചെയ്തായിട്ട് ക്രെഡിറ്റ് ആയിട്ട് ലീഗുകാരും അതിനെക്കുറിച്ച് പറഞ്ഞാൽ മറ്റേ ഇയാളുണ്ടല്ലോ ബേബി ജോണും പറഞ്ഞു. ബേബി ജോൺ ഒരുത്തരാണ് CHനെ വേണ്ടാത്ത പണിയൊക്കെ പഠിപ്പിച്ച് ആയുസത്താതെ മരിച്ചത്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും കൂടി ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ല. ഇങ്ങനെ ഓട്ടമാണല്ലോ ഇപ്പോഴും, വലിയ ഡിമാൻഡായിരുന്നല്ലോ. അവസാനം ആന്ധ്രയിൽ പിന്നെ PW മന്ത്രിമാർ യോഗത്തിൽ അവിടെ വെച്ച് മരിച്ച് മയ്യത്താണ് കൊടുക്കുന്നത്. ഒരു ചെക്കിംഗ് ഉണ്ടായില്ല. ഇപ്പം മോനും അത് തന്നെ. ആധുനിക യുഗത്തിൽ മാസമൊരിക്കലും നമ്മൾ ടെസ്റ്റ് ചെയ്യണ്ടേ? അറ്റ്ലീസ്റ്റ് 6 മാസമൊരിക്കൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഞാനൊക്കെ 6 മാസമൊക്കെ മൊത്തം ടെസ്റ്റ് ചെയ്താൽ ഞാനൊക്കെ സാധാരണക്കാരൻ. അയാൾ 77 വയസ്സ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. ഇത് അത്ര 62 വയസ്സായിട്ട് 65 വയസ്സ് പോലും ഇല്ലാതെ നമ്മൾ ഇപ്പോൾ രോഗിയായി, നിത്യരോഗിയായി. ആദ്യമായിട്ട് ഞാൻ, അത് എൻ്റെ കുടുംബം, അത് എൻ്റെ സമുദായം, പിന്നെ സമൂഹം. അങ്ങനെയാണ്. ആദ്യം ഞാൻ വ്യക്തി, അല്ലെങ്കിൽ ഞാൻ മൊയ്തീൻ ഷാ, പിന്നെ എൻ്റെ കുടുംബം, പിന്നെ എൻ്റെ സമുദായം, പിന്നെ എൻ്റെ സമൂഹം എല്ലാം പെടും. അങ്ങനെ നോക്കണം. ഇത് പലരും സമൂഹത്തോട് പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ട് പോരാ. അതുപോലെ മുനീർ സാഹിബ് ഞാൻ കുറ്റം പറയല്ല, അങ്ങക്ക് വലിയ കുഴപ്പക്കാലം നല്ല മനുഷ്യനാണ്. പക്ഷെ നിങ്ങൾ സ്വന്തം ആരോഗ്യം നോക്കണ്ടേ, ശരീരം നോക്കണ്ടേ? ഇവിടെ വാപ്പത് നോക്കിയില്ല. ആ ബേബി ജോണെ കൂടെ കൊണ്ടുവന്ന് വേണ്ടാത്ത എല്ലാ ദുശീലങ്ങളും പഠിപ്പിച്ചു. അല്ലെങ്കിൽ നല്ല മനുഷ്യരായിരുന്നു. അവസാനം മുനീർ സാഹിബ് രോഗിയായി കിടപ്പിലായി. അത് കുഞ്ഞാലിക്കുട്ടി കണ്ടുപിടിക്കി. ഇപ്പോഴും സ്ലിം ബ്യൂട്ടി അല്ലേ, പുള്ളി ശരീരം നോക്കുന്നുണ്ട്. അത് വേണം, അത് കഴിവാണ്, ഒരു തെറ്റും പറയില്ല. ഇത് ജീവിച്ചിരിക്കുന്ന നേതാക്കൾ ഏറ്റവും മാന്യായ നേതാവ് കേരളത്തിലുണ്ടെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയാണ്. അതിന് മുമ്പ് പിണറായി വിജയൻ ആയിരുന്നു. പക്ഷേ വിജയത്തെ തന്നെ സ്വയം നശിപ്പിച്ചു കളഞ്ഞു. ജനങ്ങളുടെ മുമ്പിൽ നാണം കെട്ടുപോയി പിന്നെ തീർന്നില്ലേ. ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ഏറ്റവും സീനിയറാണ്, ഏറ്റവും മാന്യനും കുഞ്ഞാലിക്കുട്ടിയാണ്. ഒരാൾക്കിട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അതുപോലെയാണ് മുനീർ. എന്നുകൊണ്ട് ശ്രദ്ധിച്ചില്ല, മുനീർ കുടുംബക്കാർ പറഞ്ഞില്ല. ഷുഗറൊക്കെ ഒരു ദിവസം കൊണ്ട് വരുന്നല്ല, കൊളസ്ട്രോൾ ദിവസം കൊണ്ട് വരുന്നല്ല. മന്ത്രിയായിരുന്ന ആളല്ലേ, ആ കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്യേണ്ടത്.
ഞാനൊക്കെ രാവിലെ പോകുമ്പോഴല്ലോ പിന്നെ കൊളസ്ട്രോൾ നോക്കല്ല, നമ്മുടെ പ്രഷറൊക്കെ നോക്കിയാൽ പോകുന്നത്. കാരണം വണ്ടി 2 വീലറൊക്കെ ഓടിച്ചു പോകുന്നതാണ്. എപ്പോലെ തലകറക്കം വന്നാൽ സമൂഹത്തിൽ ഭാരമാവില്ലേ? ഞാനങ്ങോട്ട് പോട്ടെന്ന് വയ്ക്കുക, സമൂഹത്തിൽ ബാധ്യത കുടുംബങ്ങൾക്കും ബാധ്യമാവും, പാവം പിള്ളേർക്ക് അത് ബുദ്ധിമുട്ടാവില്ലേ? അതുകൊണ്ട് നമ്മൾക്ക് രാവിലെ പ്രത്യേകം മക്കൾ വിടയില്ല, രാവിലെ ഇത് പ്രഷർ നോക്കി വിടുള്ളൂ. ഇതുവരെ ഒരു കുഴപ്പമില്ല, ഞാൻ പ്രഷർ ഗുളിക കഴിച്ചിട്ടൊന്നുമില്ല, നോർമൽ നിൽക്കണം. അതൊക്കെ വലിയ അനുഗ്രഹമാണ്, ദൈവാനുഗ്രഹമാണ്, പടച്ചാനുഗ്രഹമാണ്, പിന്നെ എൻ്റെ നാട്ടുകാരെ ജനങ്ങളുടെ പ്രാർത്ഥനയാണ്. ഓക്കെ, അതൊന്നും പോട്ടെ, അത് കുഴപ്പക്കാരില്ല. അപ്പോൾ മലയാള ഭാഷയെ അറിയാതെ തന്നെ, ആരും കരുതി കൂടി നശിപ്പിക്കുന്നില്ല, അറിയാതെ തന്നെ അത് തളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലയാള ഭാഷ ഭരണഭാഷയാക്കാൻ വേണ്ടി മന്ത്രിസഭ രൂപീകരിച്ച് പ്രാന്താക്കി 50 വർഷമായിരുന്നത്. 1 ഇഞ്ചെങ്കിലും മുൻപ് പറ്റിയിട്ടുണ്ടോ? അതേക്കുറിച്ച് എന്തെങ്കിലും വിലയിരുത്താൻ പറഞ്ഞു? ഞാൻ പറഞ്ഞു, 1,00,000 വീട് പദ്ധതി അന്ന് CPIയുടെ മന്ത്രി തുടങ്ങി. ഭൂപരിഷ്കരണ നിയമം KR ഗൗരിയമ്മ ഉൾപ്പെടെ തുടങ്ങി. അതിനുശേഷം ഇപ്പോൾ 57 വീട് 67 വിളിക്കുക, 57 60 60 40 66 66 വർഷമായിട്ട്. ഈ 66 വർഷത്തിനുള്ളിൽ ഇടതുപക്ഷ ഗവൺമെൻറ് 2 ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്ത് അതിനെക്കുറിച്ച് എന്തെങ്കിലും പഠനം നടത്തിയോ? എങ്ങനെയാണ്, വിജയിച്ചോ ഇല്ലയോ? ലക്ഷ്യപ്പെട്ട് നിലനിൽക്കുന്നുണ്ടോ? അവിടുത്തെ അവസ്ഥ വല്ല പഠനം നടത്തിയോ? ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ റോഡ് നിർമ്മിക്കും, പക്ഷേ സംരക്ഷണമില്ല. അതൊക്കെ വേണമെങ്കിൽ ഒരു പരന്ന വായന, ദീർഘമായ ചിന്ത. ഞാൻ പറഞ്ഞില്ലേ, ഈ തലമുറക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വരുന്ന തലമുറക്ക് വേണ്ടി ചിന്തിക്കുകയും ചെയ്യുമ്പോഴേ മനുഷ്യനാവുള്ളൂ. നാം എന്ത് നേടി എന്നല്ല, നാം എന്ത് കൊടുത്തു എന്നാണ്. നോട്ട് ഓൺ അവർ മെറിറ്റ് ബട്ട് ഓൺ ഇറ്റ്സ് ഗ്രേസ്. അതൊക്കെയാണ് ലോകനീതി. അതുപോലും ചിന്തിക്കണം. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് അവർ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത 5 വർഷം കഴിയുമ്പോൾ ജയിക്കാനുള്ള വഴി നോക്കും. വേറെ യാതൊരു ചിന്തയില്ല, നാടിനെക്കുറിച്ചോ സമുദായത്തെക്കുറിച്ചോ ഒന്നുമില്ല. അവനും അവൻ്റെ സൗകര്യങ്ങളും. ഒന്നാമത് ചെറിയ ജീവിതത്തിലുള്ളൂ, അതിൽ ഈ കള്ളപ്പണം ഉണ്ടാക്കാനും ആ പണം സൂക്ഷിക്കാനും വേണ്ടി തന്നെ മുഴുവൻ സമയം ചിലവഴിക്കുക. പിന്നെ നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റില്ല. ആ മനുഷ്യൻ TM ജയിക്കുമൊക്കെ എന്തോ അവസാനം മഞ്ഞപ്പിത്ത് മാസം വന്ന് അകാലത്തിൽ പൊലിഞ്ഞു പോയില്ലേ? അങ്ങനെ എത്ര നേതാക്കൾ അകാലത്തിൽ പൊലിഞ്ഞു പോയി? എത്ര നേതാക്കൾ എല്ലാ പാർട്ടിയിലും ഉണ്ട്. കാരണം ഒരു ടെൻഷൻ, പിന്നെ വരുമാനം വന്നാൽ അത് ഒതുക്കാനുള്ള സംവിധാനം. ഈ കാശ് കിട്ടുമ്പോൾ അത് എന്ത് ചെയ്യണമെന്നൊക്കെ അറിയില്ലേ? ദേവനല്ല നമ്മുടെ സത്യൻ ദേവുണ്ടല്ലോ നമ്മുടെ സിനിമയിൽ. ആ പുള്ളിക്ക് അകാലത്ത് ഭരിക്കാതെ സ്വല്പം സ്പോളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ ഓരോ സിനിമാ നടന്മാരിൽ ഒരു 90% പേരും അകാലത്തിൽപ്പെട്ട് മരിച്ചവരാണ്. അവർ അശ്രദ്ധ കൊണ്ടാണ്. വേണ്ടത് വിശ്രമം, വ്യായാമം ഇല്ല, ചെക്കിങ്ങില്ല, ഈ മദ്യം കഴിക്കുകയും ചെയ്യും. ഇപ്പോൾ മരിച്ച ഓരോരുത്തർ നമ്മുടെ മുരളീധരൻ മരിച്ചു. മുരളി മദ്യം, വേണുവിൻ്റെ കുഴപ്പമില്ല. നമ്മൾ വലിയൊന്നും വിചാരിച്ചത് വേണുജി പോലും മദ്യത്തിൻ്റെ അടിമയായതാണ്. അതുപോലെ എല്ലാ നേതാക്കളും കൊച്ചിനെയും മദ്യം കഴിക്കില്ല, പക്ഷേ സിഗരറ്റ്, ചെയിൻ സ്മോക്കറായിരുന്നു വലിയ. മമ്മൂട്ടിൻ്റെ കുറേ കാലം 5-10 വർഷം ചെയിൻ സ്മോക്കറായതിൽ ഇപ്പോൾ അവസാനം കിട്ടിയത്. ഇതൊക്കെ ആയതുകൊണ്ട് സർക്കാർ, നിങ്ങൾ മലയാള ഭാഷയെക്കുറിച്ച് ഈ ഗവൺമെൻറ്റിന് എന്തെങ്കിലും താല്പര്യം ജനത്തോടും മലയാളികളും ഉണ്ടെങ്കിൽ നിങ്ങൾ മലയാള ഭാഷയെക്കുറിച്ച് ഒരു പഠന റിപ്പോർട്ട് നടത്തി അത് സംരക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.